ചാലക്കുടിക്കാര് സമാധാനം തേടി പോകുന്ന സ്ഥലത്തേക്ക് പോയാലോ? വയോ വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം കൂടപ്പുഴ. അവിടെ ഒരു മുളമരം വീണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയും കണ്ടു വേണം അതിന്റെ അടിയിൽ കൂടെ പോകാനായിട്ട്. ഇവിടെയാണെങ്കിൽ മൊത്തം പിള്ളേര് സെറ്റുകളാണ്. നമ്മൾ വന്ന ടൈമിൽ വലിയ തിരക്കുണ്ടായില്ല, അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിന്. അപ്പൊ നീന്തറിയണവർ മാത്രമേ ഈ ഭാഗത്ത് ഇറങ്ങാം. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ ഞാൻ അവനും കൂടി അധികം കൂടെ അങ്ങനെ വെറുതെ നടക്കാട്ടോ. എന്തൊരു രസം അത് കാണാനായിട്ട്. പിന്നെ ചൂടൊക്കെ അല്ലേ, ഇവിടെ വന്നൊരു കുളി പാസ്സായി കഴിഞ്ഞാൽ നൈസരി. എന്റെ മനസ്സിലാണെങ്കിൽ കുളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ കുഴി പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയും കണ്ട് ഇതിലൂടെ നടന്നു. പിന്നെ നോക്കിയപ്പോ പിള്ളേര് മുളകടി വെച്ച് കളിക്കണം. ഒന്നും നോക്കിയില്ല, ഷർട്ട് ഒരു മുണ്ട് ഒറ്റൂരം പേടിക്കേണ്ട ട്രൗസർ ഇട്ടുണ്ട്. പിന്നെ ചാട്ട എന്റെ മോനെ ചൂടത്ത് ഇങ്ങനെ ഒന്ന് കുളിക്കാൻ എന്ത് രസാന്ന് അറിയാം. നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് വരാണെങ്കിൽ ആ സൈഡിൽ കുളിച്ചാൽ മതി. അവിടെ അത്യാവശ്യം തിരക്കൊന്നും ഉണ്ടാവാറില്ലേ. പിന്നെ ഞാൻ ഈ അങ്കിളുമാരൊക്കെ വീഡിയോ എടുക്കുന്ന കറങ്ങി തിരിഞ്ഞൊക്കെ വീഡിയോ എടുത്തിട്ട് എന്തൊരു രസാന്ന് അറിയാം. ഇവിടെ ഒന്ന് ഇങ്ങനെ വെറുതെ ഇരുന്നാ മതി. നോക്കിയപ്പോ പിള്ളേര് സമ്മറൊക്കെ അടിക്കണം. പക്ഷെ നോക്കി കണ്ട് ചെയ്തോളൂ. ആ ഭാഗത്ത് കുറച്ച് കമ്പികളൊക്കെ ഉണ്ട്. പിന്നെ പുഴയിൽ വന്ന പണ്ട് ഇതിലുള്ള ശീല ഈ അക്കരയിൽ അങ്ങോട്ട് നീന്തി പോകും. ഞാനാണെങ്കിൽ വയ്യാണ്ടായി. പക്ഷെ ഒരു വിധം കണക്കിന് അവിടെ അങ്ങോട്ട് എത്തി. എന്തൊരു രസമല്ലേ സൂര്യപ്രകാശം ഇങ്ങനെ അടിക്കുമ്പോൾ കാണാൻ. ഞാനാണെങ്കിൽ നീന്താൻ അറിയില്ലട്ടെ. ഞാൻ പറഞ്ഞു നീ ഇറങ്ങ്, ഞാൻ നീന്തൽ പഠിപ്പിച്ചിരുന്ന. ആ ചെള്ളില് പകരം വിട്ടാലോ മുക്കി കൊല്ലാലീനൊക്കെ തിരിച്ച് നീന്തണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നീന്തിയിട്ട് ഇടയിൽ വെച്ച് നമ്മൾ മുങ്ങിയതല്ല നമ്മുടെ അഭിനയാനിട്ട. വെറുതെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചെക്കനെ കണ്ടു. അത് കഴിഞ്ഞ് 2 ചാട്ടവും പാസ്സാക്കി കഴിഞ്ഞപ്പോ ഒരു കാഴ്ച ഉണ്ട്, ഗ്രാൻഡ് സൺ വിത്ത് ഗ്രാൻഡ് ഫാദർ. വാവ്. അത് ഞാൻ നോക്കി ഇങ്ങനെ ഇരിക്കും. അവനെ പോയിട്ട് തള്ളിയിടാന്ന് വിചാരിച്ച് പോയതാണ്. ജസ്റ്റ് സായിസും പിന്നെ ഒരു ചാട്ടം കൂടി അങ്ങോട്ട് പാസ്സാക്കി. ഇവിടുത്തെ പിള്ളേർ അവിടെ ഇരിക്കണം ഞാൻ കണ്ടു. പക്ഷെ കയറുമ്പോൾ സൂക്ഷിച്ച് കയറിക്കോളൂ, തെന്നലൊക്കെ ഉണ്ട്. നമ്മളിറങ്ങുന്ന ടൈമിൽ അത്യാവശ്യം തിരക്കുകൾ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു കുളി സീനും സ്ഥലവും. അപ്പൊ ശരിട്ടാ.